പോകുമ്പോഴത്തേനും കാസർഗോഡ് ബേക്കൽ കോട്ടയിൽ മൺസൂൺ ടൂറിസം ആഘോഷിക്കാൻ പറ്റിയൊരു കിഡിലെ സ്ഥലമുണ്ട് കേട്ടോ. ബേക്കലിൽ എത്തുന്ന പലർക്കും അത്ര പരിചയമില്ലാത്ത കടലോരത്തെ ഈ നടപ്പാതയിലെ സൂര്യാസ്തമയങ്ങളും കുന്നിൻപുറത്തെ മയിലുകളൊക്കെ വളരെ മനോഹരമായ അനുഭവമാണ്. നിലവിൽ പ്രവേശനം നിരോധിച്ചിട്ടുള്ള ഈ ഭാഗം നിയന്ത്രണങ്ങളോടെ തുറന്നു കൊടുക്കണമെന്നാണ് ടൂറിസം സംഘാടകരുടെയും അതേപോലെ വിനോദസഞ്ചാരികളുടെ ആവശ്യം. അപ്പോൾ നമുക്കും അവിടുത്തെ നല്ല കാഴ്ചകൾ കാണാം. ബേക്കൽ കോട്ടയിൽ നിരവധി തവണ എത്തിയിട്ടുണ്ടെങ്കിലും പല സഞ്ചാരികളും കാണാതെ പോകുന്ന ഒരിടമാണ് കടലോരത്തുകൂടിയുള്ള ഈ നടപ്പാത. മഴയിൽ നനഞ്ഞ് മഴ ആസ്വദിച്ച് ഈ പച്ചപ്പിലൂടെയുള്ള കടലും സൂര്യാസ്തമയവും കണ്ടുകൊണ്ടുള്ള നടത്തം അതിമനോഹരമാണ്. ബേക്കൽ കോട്ടയ്ക്ക് ചുറ്റുമുള്ള വാക്വേ സജീവമാക്കിയാൽ വൈകിയെത്തുന്ന സഞ്ചാരികൾക്കും സൂര്യാസ്തമയം ഉൾപ്പെടെ ആസ്വദിക്കാം. പ്രവേശന സമയം കഴിഞ്ഞാലും പുറത്തുനിന്ന് കോട്ടയുടെ ഭംഗിയും കടൽ കാഴ്ചയും ആസ്വദിക്കാം. കോട്ടയുടെ പടിഞ്ഞാറൻ ഭാഗത്തു നിന്ന് സൂര്യാസ്തമയ ദൃശ്യങ്ങൾ കാണുന്ന ഭാഗത്തേക്ക് 3 മീറ്റർ വീതിയുള്ള പുതിയ നടപ്പാത ആർക്കിയോളജി വകുപ്പ് അടുത്തിടെയാണ് പുനർനിർമ്മിച്ചത്. നല്ല രസമാണ്. ചെങ്ങൈമാറപ്പുറം പേര് അപ്പോൾ ഞാൻ കണ്ണൂരാണ്. പക്ഷെ കാസർഗോഡ് ഇത്ര നല്ല സ്ഥലമില്ലത് എല്ലാം കൂടെ ഇങ്ങോട്ടേക്ക് വരുന്നത്. ബീച്ച് ആ സൈഡിൽ ഇങ്ങനെ കാണാതെ അത് നല്ലൊരു കാഴ്ചയാണ്. ഇപ്പോൾ കുറേ റീൽസ് എല്ലാം ആക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ കാണിക്കുമ്പോൾ എല്ലാവരും അറിയുന്നു. തീർച്ചയായിട്ടും ഈ ഉള്ളിലേക്ക് വന്നപ്പോൾ ഒരു കാടും കടലും കൂടിയുള്ള ഒരു ഭാഗമാകുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഈ പാറയും ഒക്കെ ആയിട്ട് നല്ല രസമായിട്ട് ഉള്ള സ്ഥലമാണ്. വലിയ മുതൽ മുടക്കുമില്ല. ചുരുങ്ങിയ ചിലവിൽ വന്നു പോകാൻ പറ്റും. നന്നായിട്ടുണ്ട്. വളരെ നല്ല മനോഹരമായ സ്ഥലമാണ്. നിലവിലെ നടപ്പാത തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള പഴയ തുരങ്കം വരെ നീളുന്നതാണ്. തുരങ്കത്തിനപ്പുറം കോട്ടയെ ചുറ്റി 1 മീറ്റർ വീതിയുള്ള സുരക്ഷാ ഭാഗം നിലവിലുണ്ടെങ്കിലും സന്ദർശകർക്ക് ഇവിടെ പ്രവേശനമില്ല. കോട്ട മതിലുകളുടെ സംരക്ഷണത്തിനായി ഈ ഭാഗം കൂടുതൽ വികസിപ്പിക്കാനുള്ള പദ്ധതിയും ASI ആലോചിക്കുന്നുണ്ട്. ഈ ഭാഗം 3 മീറ്റർ വീതിയുള്ള നടപ്പാതയായി വികസിപ്പിച്ചാൽ സന്ദർശകർക്ക് കോട്ടയെ പൂർണ്ണമായും ചുറ്റി നടക്കാനാകുമെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ആവശ്യമായ ലൈറ്റിംഗ് സംവിധാനവും കൂടി ഒരുക്കിയാൽ കോട്ടയിൽ പ്രവേശന സമയം അവസാനിച്ച ശേഷവും സന്ദർശകർക്ക് കോട്ടയുടെ ഭംഗിയും അറബിക്കടലിന്റെ സൂര്യാസ്തമയവും സുരക്ഷിതമായി ആസ്വദിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്. തീർച്ചയായും ബേക്കലിൽ എത്തുന്നവർക്ക് വ്യത്യസ്തമായ അനുഭവമായി മാറും ഈ പുതിയ വഴികൾ. ഞാനിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡ് കോട്ടയ്ക്ക് സമീപമുള്ള ഒരു പാത്വേയിലാണ്. ബീച്ചിനോട് ചേർന്നുള്ള ഒരു സ്ഥലമാണ് ഇത്. അധികം ആരും സന്ദർശകരൊന്നും എത്താത്ത ഒരു ഇടമാണ്. വളരെ മനോഹരമായ ഇടം. ഇപ്പോൾ ധാരാളം പേർ ഇത് കേട്ടറിഞ്ഞ് വരുന്നുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം ബീച്ചിനടുത്താണ്. സുരക്ഷ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു ജാഗ്രത ഉണ്ടെങ്കിൽ മനോഹരമായ ഒരു സ്ഥലം എല്ലാവർക്കും ആസ്വദിക്കാം. എല്ലാവർക്കും കാണേണ്ട ഒരു കാഴ്ച, കാണേണ്ട അല്ലെങ്കിൽ പങ്കുവെക്കേണ്ട ഒരു അനുഭവമുള്ള ഇടമാണ് ഇത്. കാസർഗോഡ് നിന്നും രതീഷ് വാസ്തവൻ, ന്യൂസ് മലയാളം.